നമ്മളിപ്പോൾ സംഭവ സ്ഥലത്താണുള്ളത്. നിരവധി ആളുകളെ ഇപ്പോൾ അവിടെ മണ്ണ് മാറ്റുന്ന സ്ഥലത്ത് നിന്നും ആ ഭാഗത്തുള്ള ആളുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഏതായാലും 3ഓളം ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയുന്നത്. നിരവധി ആളുകൾ 8ഓളം ആളുകൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നമുക്കിവിടെ കാണാം രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ദൃശ്യം നമുക്ക് കാണാം. നിരവധി വാഹനങ്ങളും അതുപോലെ തന്നെ JCBയും ഒക്കെ ഇവിടെ വെച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇതെല്ലാം ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സമീപ ഭാഗത്തുള്ള ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം ആ അപകടം കണ്ട സ്ഥലം, അവിടെയൊക്കെ കൂടുതൽ ആളുകളുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. എന്തായാലും വളരെയേറെ ഭീകരപ്പെടുത്തുന്ന ഒരവസ്ഥ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഒരു, അല്ലെങ്കിൽ നമുക്കറിയാം ഈ തുരങ്കപാത നിർമ്മിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം ഇത് ഒരു മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഒരു അപകടം എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം കഴിഞ്ഞ 2 വർഷമാകാൻ പോകുന്നുള്ള വലിയ ഒരു ദുരന്തം നടത്തുന്നത്. ഈ ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് തന്നെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു അപകടം നടന്നത് എന്നുള്ളത് തന്നെയാണ് ആളുകളെ ഭീതിപ്പെടുത്തുന്നത്. എന്തായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വാഹനങ്ങളും അതുപോലെ തന്നെ JCB തുടങ്ങിയ സാധനങ്ങളെല്ലാം തന്നെയാണ് മണ്ണ് മാറ്റുന്നത്. നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് കാണാം. അവിടെയാണ് തുരങ്ക പാത നിർമ്മിക്കുന്നത്. അതിൻ്റെ ഒരു വിഷയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഭാഗമാണ് താഴേക്ക് ഇടിഞ്ഞ് വന്നിട്ടുള്ളത്. ചുറ്റുഭാഗത്തും വലിയ മലയാണ് ഈ കള്ളാടി എന്ന് പറയുന്ന ഒരു സ്ഥലം. ഈ ചൂരൽമല അതുപോലെ തന്നെ മുണ്ടക്കയോട് അടുത്ത ഒരു പ്രദേശം കൂടിയാണ് ഇത്. ഇപ്പോൾ ഇവിടെ ആളുകൾ പറയുന്നത് ഈ ഒരു തുരങ്കപാത വന്നതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നതാണ് പറയുന്നത്. ഈ ഒരു തുരങ്കപാതയുടെ സമയത്ത് തന്നെ ഇതിനെ അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംരംഭം. അതുകൊണ്ട് തന്നെ ഇതൊരു മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഒരു ദുരന്തമാണെന്നൊക്കെയാണ് ഇവിടെയുള്ള ആളുകൾ. ദുരന്തത്തിൻ്റെ വ്യാപ്തി ഒരു വലിയ രീതിയിലേക്ക് തന്നെ പോവുകയാണ്. ഒരു സമരമുള്ളത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ തന്നെ, അല്ലെങ്കിൽ സുഗമമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? കുറച്ച് ആളുകൾ പെട്ടിട്ടുണ്ട്, പക്ഷെ എത്ര പേരാണെന്നുള്ള വ്യക്തതയില്ല. ഇതിലാണ് മരണപ്പെട്ടെന്ന് പറയുന്നു, ഉറപ്പില്ല. പിന്നെ 18ഓളം ആളുകൾ ആ സമയത്ത് ഇവിടെ സൈറ്റിലുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. 12ഓളം പേര് മണ്ണിനടിയിലാണെന്നും പറയുന്നു. 4ഓ 5ഓ പേരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. തീർച്ചയായും 8 പേരോളം ഹോസ്പിറ്റലുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് ഇങ്ങനെ ഒരു ഇവിടെ ഈ തൊട്ടടുത്ത് തന്നെ വീണ്ടും ഒരു അപകടം വരാനുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഈ ഒരു തുരങ്കപാത അതൊരു ദോഷമായിട്ടാണ് തോന്നുന്നത്? ദോഷമായിട്ടല്ല, മണ്ണ് ദിവസമായിരുന്നു, അതുകൊണ്ട് ഇടിഞ്ഞു വന്നതാണ്. എന്തായാലും ഇപ്പം നമ്മുടെ നാട്ടുകാർക്ക് പ്രശ്നം തന്നെയാണ്. ഈ മണ്ണ് എടുക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്? ആവശ്യപ്പെട്ട് പറഞ്ഞാൽ 2 മാസം മുന്നേ ഇവിടെ മണ്ണ് കൂട്ടിയപ്പോൾ ഇവിടെ താഴത്തെ ജനങ്ങൾ പുഴ കലങ്ങിങ്ങനെ വരുന്നുണ്ട്. മണ്ണിങ്ങനെ ഊർന്ന് വന്നിട്ട് പുഴ കലങ്ങി. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞു ഈ മണ്ണ് ഇവിടെ കൂട്ടിയിട്ടായിരുന്നു, ഞങ്ങൾക്ക് ദോഷം ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ മണ്ണ് ഇവിടുന്ന് മാറ്റിയിട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞത്. അവരത് കെട്ടിയില്ല. അവർ പ്ലാസ്റ്റിക് വെച്ചിട്ട് പ്ലേറ്റാക്കിയാണ് വേറെ ആർക്കും കൊടുക്കുന്നുമില്ല. അങ്ങനെ എന്ത് ചെയ്ത് ആ മണ്ണും മൊത്തത്തിൽ പോന്ന് മുകളിൽ ഇതിൽ ചെത്തിയിട്ട് ഡയറക്റ്റ് പോന്നു ചെയ്തു. അതുകൊണ്ട് ഇപ്പം എന്താ വെള്ളാർമല വില്ലേജ് ഒറ്റപ്പെട്ടു. ഇപ്പോൾ സ്കൂളിൽ കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട്. വെള്ളാർമല സ്കൂളിൽ പോയതാണ്. അതുകൊണ്ട് പിന്നെ കുട്ടികൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ രാവിലെ പോയ കുട്ടികളാണ്. അവരൊന്നും ഇപ്പോൾ എന്ത് ചെയ്ത് ഇങ്ങോട്ട് കടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ രക്ഷിതാക്കൾ അവിടെ പോഞ്ഞിരിക്കുകയാണ് ഞങ്ങളെ കുട്ടികൾ എന്താവുന്നുള്ളത്. കാരണം ഒറ്റപ്പെട്ടു പോയി. വെള്ളാർമല വില്ലേജ് തന്നെ ഒറ്റപ്പെട്ടു പോയി. പുത്തുമല, കള്ളാടി, കാശ്മീർ, പിന്നെ പുത്തുമല, പിന്നെ ഏലവയൽ, അട്ടമല, ചൂരമല, മുണ്ടക്കായി അട്ടമല ഇപ്പോൾ ആളില്ല. ബാക്കിയുള്ള പ്രദേശങ്ങളും ആളില്ല. ഓരൊക്കെ ഒറ്റപ്പെട്ടു. ഇതിന് രോഗം വന്നാൽ കൊണ്ട് മണ്ടാനാണ്. ഇപ്പോൾ വെള്ളാർമല സ്കൂള് ഇപ്പോൾ മേപ്പാടിയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് ലീവ് കൊടുക്കാത്തതുകൊണ്ട് കുട്ടികളൊക്കെ 2 ബസ് 3 ബസ് ആൾക്കാർ അല്ല 3 ബസ്സിലത്തെ കുട്ടികളാണ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് 3 ബസ്. തീർച്ചയായും ഈ ഭാഗത്തേക്ക് എത്തേണ്ട കുറേ കുട്ടികളുണ്ട്. അതായത് നമുക്കറിയാം വെള്ളാർമല സ്കൂൾ നഷ്ടപ്പെട്ടു, അതിനുശേഷം മേപ്പാടിയാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള കുട്ടികളൊക്കെ കുടുങ്ങി കിടക്കുകയാണ്. ഇവിടെ മഴയായിട്ടും ഇവിടെ അല്ലെങ്കിൽ സ്കൂളിനൊരു അവധി അത്തരത്തിലൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം വലിയ രീതിയിൽ ജയരാജ് ബത്തേരി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. നമുക്കറിയാം ആ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പോലും അവിടെ ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്.
കാലാവസ്ഥ ഇപ്പോഴും പ്രതികൂലമാണ്. ഇന്ന് വയനാട്ടിലും ഒപ്പം തന്നെ കോഴിക്കോടും റെഡ് അലർട്ടാണുള്ളത്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നു. മാത്രവുമല്ല വടക്കൻ കേരളത്തിൽ ആകെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മലപ്പുറത്തും കണ്ണൂരിലും കാസർഗോഡും ഓറഞ്ച് അലർട്ടാണുള്ളത്. വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത വയനാട്ടിലുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതിശക്തമായ കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. ഈ മഴ പെയ്യുകയാണെങ്കിൽ അത് രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. മാത്രവുമല്ല ഇപ്പോൾ ഈ റോഡ് തടസ്സപ്പെട്ടതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ എത്തപ്പെടേണ്ട മനുഷ്യരും അവിടെ നിന്ന് പുറത്തേക്ക് കടക്കേണ്ടുന്ന മനുഷ്യരും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കണം. പക്ഷേ അതിന് അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ അവിടെ എത്തേണ്ടതുണ്ട്. വലിയ യന്ത്ര സംവിധാനങ്ങൾ ഉൾപ്പെടെ എത്തേണ്ടതുണ്ട്. അതിന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അവിടെ എത്തുന്നതിനും രക്ഷാപ്രവർത്തനം ഊർജിതമാകുന്നതിനുമുള്ള സമയമെടുക്കും. എന്തായാലും ഇപ്പോൾ സാധ്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ ഊർജിതമായി തന്നെ നടന്നു വരികയാണ്. ഇപ്പോൾ മഴ വിട്ടു നിൽക്കുന്നത് അല്പം ആശ്വാസകരമാണ്. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ അനുസരിച്ച് 3 മരണം ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് 1 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 7 പേർ പരിക്കേറ്റ് ചികിത്സയിൽ, 7 പേരെ കാണാനില്ല എന്നതാണ് ഔദ്യോഗികമായി മുഖ്യമന്ത്രി നൽകിയ വിവരം. അതേസമയം 18 പേരെങ്കിലും കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതകളാണ് പ്രദേശവാസികൾ പറയുന്നത്. അവിടെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഈ മണ്ണിടിച്ചിലിൻ്റെ ഈ ആദ്യ ഘട്ടത്തിൽ അവിടെ ശബ്ദം കേട്ട് അവിടേക്ക് ഓടിയെത്തുന്ന നാട്ടുകാരായ ആളുകൾ ഉൾപ്പെടെയുണ്ട്. പിന്നീടാണ് വലിയൊരു മണ്ണിടിച്ചിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇതിൽ പെട്ടുപോയിട്ടുള്ളവരുടെ എണ്ണം കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. എന്തായാലും പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇനി 7 പേരെ കൂടിയാണ് കണ്ടെത്താൻ ഉള്ളത് എന്നതാണ് മുഖ്യമന്ത്രി തന്നെ നേരത്തെ വിശദീകരിച്ചത്. കൂടുതൽ NDRF സംഘാംഗങ്ങളെ അവിടേക്ക് എത്തിക്കാനുള്ള നീക്കം നടന്നിട്ടുണ്ട്. കോഴിക്കോട് നിന്നുള്ള സംഘം കൂടി അവിടേക്ക് എത്തും. മറ്റ് സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ അവിടെ ഊർജിതമാണ്. അവിടെ നിന്ന് ഈ കൂടുതൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ജനങ്ങളോട് മാറി താമസിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അടുത്തുള്ള സ്കൂളുകൾ ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളാക്കി മാറ്റിയിരിക്കുന്നു. അവിടേക്ക് ആളുകളോട് മാറി താമസിക്കണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഈ അപകടം നടന്ന സ്ഥലം അവിടെയും തുടർ അപകടങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ രക്ഷാപ്രവർത്തനം വലിയ ദുഷ്കരമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനം തന്നെയും അതീവ ദുഷ്കരമാണ്. ജീവൻ പണയം വെച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തകർ അവിടെ തുടരുന്നത്. ആ പ്രദേശത്ത് തുടർ മണ്ണിടിച്ചിലിനുള്ള സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പുറത്തുനിന്നുള്ളവർ അവിടേക്ക് എത്തരുത് എന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കും. മാത്രവുമല്ല കൂടുതൽ അപകട സാധ്യത സൃഷ്ടിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ളവർ അവിടേക്ക് എത്തുന്നതിൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപകടത്തിൽ പെട്ടതിൽ ഒരു കുഞ്ഞും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ വാർത്തകൾ കൂടി വരികയാണ്. നിർമ്മാണ തൊഴിലുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥർ 2 എഞ്ചിനീയർമാർ ഉൾപ്പെടെ 7 പേർ എന്ന് പറഞ്ഞിരുന്നു. അതിലൊരു കുഞ്ഞും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം കൂടി വരികയാണ്. എന്തായാലും ഇനിയും വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ എങ്ങനെ എന്നത് വലിയ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നുണ്ട്. തുടർ അപകടങ്ങൾക്കുള്ള സാധ്യതയും നിൽക്കുന്നുണ്ട്. കൂടുതൽ ശക്തമായ മഴ ഇനിയും ഉണ്ടായാൽ കൂടുതൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അത് രക്ഷാപ്രവർത്തനത്തെയും വലിയ രീതിയിൽ ബാധിക്കും. എന്തായാലും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത, റെഡ് അലർട്ട് തന്നെ അവിടെ നിലനിൽക്കുന്നു. ഈ കാണാതായത് 7 പേരെയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഇൻചാർജ് കൂടിയായ എഞ്ചിനീയർ വിക്രം സിംഗ് റാണ, സൈറ്റ് എഞ്ചിനീയർ രാഹുൽ ശർമ്മ എന്നിവർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവർക്ക് പുറമെ സൂപ്പർവൈസർ രഞ്ജിത്ത്, സെക്യൂരിറ്റി ഗാർഡ് സൂര്യ, എക്സവേറ്റർ ഓപ്പറേറ്റർ വികാസ് കുമാർ, രജനീഷ് എന്നിവരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അതേസമയം അപകട സ്ഥലത്ത് നിന്നും രക്ഷപ്പെടുത്തിയ ആളുകളെ അവിടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്ന വിവരം ആശുപത്രി അധികൃതർ നൽകുന്നുമുണ്ട്. 7 പേരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. ഈ
രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു SIക്കും പരിക്കേറ്റിരുന്നു. അദ്ദേഹത്തെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ദുരന്ത സ്ഥലത്ത് NDRF, ഫയർഫോഴ്സ്, പോലീസ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ സംയുക്തമായാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. നാട്ടുകാരും സജീവമായി തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ആദ്യ മണിക്കൂറുകളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പുറമേ നിന്നുള്ളവർക്കൊക്കെ നിയന്ത്രണമുണ്ടെങ്കിലും ഇപ്പോഴും അനുവദിക്കുന്ന തരത്തിൽ നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. തുടർ അപകടങ്ങൾ ഉണ്ടാകുന്ന സാധ്യത കണക്കിലെടുത്തുകൂടി രക്ഷാപ്രവർത്തനം ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 265 മില്ലിമീറ്റർ മഴ ഇന്നലെ അവിടെ പെയ്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം കൃഷിമന്ത്രി T. സിദ്ദീഖ് സൂചിപ്പിച്ചത് ആ മഴ അതിനേക്കാൾ മഴ ലഭിച്ച പ്രദേശങ്ങൾ വയനാട്ടിൽ ഉണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.